സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം അത് പുറത്തിറങ്ങിയ ദിവസമാണെന്നും അതീവ ഗുരുതരമായ സാഹചര്യമാണെന്നും കിഫ്ബി വായ്പകൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത കൂട്ടുന്നതായും ഈ ധവളപത്രത്തിൽ പറയുന്നുണ്ട്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കേണ്ട ധവളപത്രം സ്വകാര്യ ഏജൻസിക്ക് നൽകിയതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനം നടന്നുവെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശയ്ക്കെതിരെ ഇടത് യുവജന സംഘടനകൾ വിമർശനവുമായി രംഗത്തു വരുന്ന കാഴ്ചയും നമ്മൾ ഇന്ന് കണ്ടു. ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്കാണ്. കടമാണോ മിച്ചം? സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമെന്നാണ് ധവളപത്രത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പെരുകുന്ന കടബാധ്യത, കിഫ്ബി വായ്പാ ബാധ്യത, പെൻഷൻ ശമ്പളവും അടക്കമുള്ള സ്ഥിരബാധ്യത, ഇതിനൊക്കെ അപ്പുറം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടബാധ്യത. ദീർഘവീക്ഷണത്തോടെയുള്ള മണി മാനേജ്മെന്റിലാണ് UDF സർക്കാർ പ്രതീക്ഷ വയ്ക്കുന്നത്. ധവളപത്രം നിയമസഭയിലെത്തിയ ദിവസവും നാടകീയ സംഭവങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല. പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനകാര്യ വകുപ്പ് തയ്യാറാക്കേണ്ട ധവളപത്രം സ്വകാര്യ ഏജൻസിക്ക് നൽകി രഹസ്യരേഖകൾ പുറത്തുവിട്ടെന്ന് പ്രതിപക്ഷ വിമർശനം. ഈ ഡോക്യുമെന്റ് എല്ലായിടത്തും പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രഹസ്യരേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് സാർ അങ്ങനെ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ. മുൻപ് വെച്ചിട്ടുള്ള ധവളപത്രങ്ങൾ പോലെ ഇത് രാഷ്ട്രീയ രേഖയല്ലെന്ന് മുഖ്യമന്ത്രിയുടെ തിരിച്ചടി. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റ് ആണ് ഇതെല്ലാം. മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്നുരുളുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആയിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. ഇനി ധവളപത്രത്തിലേക്ക് വന്നാൽ സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമെന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ കാരണങ്ങൾ ധവളപത്രത്തിൽ എണ്ണി പറയുന്നുണ്ട്. പെരുകുന്ന കടബാധ്യത, റവന്യൂ വരുമാനത്തിന്റെ 77%, ശമ്പളവും പെൻഷനും പലിശയും ഉൾപ്പെടെയുള്ള സ്ഥിരബാധ്യതയിലേക്ക് പോകുന്നു. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. കിഫ്ബിയുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കടബാധ്യത എന്നിവയാണ് ധവളപത്രം ചൂണ്ടിക്കാട്ടുന്ന പ്രതികൂല സൂചകങ്ങൾ. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക ഉപരോധം ധവളപത്രം ശരിവെക്കുന്നുണ്ട്. നികുതി പിരിവിലെ കുറവും കേന്ദ്രവിഹിതത്തിൽ വന്ന കുറവും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നാണ് ധവളപത്രത്തിലെ പരാമർശം. പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ ഉണ്ടായിരുന്ന പണബാക്കിയിലും ധവളപത്രം വ്യക്തത വരുത്തുന്നുണ്ട്. മാർച്ചിൽ ട്രഷറി ക്ലോസ് ചെയ്യുമ്പോൾ 6322.36 കോടിയായിരുന്നു ബാക്കി. മെയ്യിലെ കണക്ക് പ്രകാരം 2211.93 കോടി രൂപയാണ് ട്രഷറി ബാലൻസ്. സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളിലൂടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷ. വരുമാനമുയർത്തൽ, ചെലവ് നിയന്ത്രിക്കൽ, സ്വകാര്യ നിക്ഷേപം തുടങ്ങിയവയാണ് പരിഹാര നടപടികൾ. ധവളപത്രം ഉമ്മാക്കിയല്ലെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം. കഴിഞ്ഞ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കിഫ്ബിയുടെ പദ്ധതി നടത്തിപ്പിലും ധനവിനിയോഗത്തിലും ഗുരുതര വിമർശനമാണ് ധവളപത്രത്തിലുള്ളത്. കിഫ്ബിയുടെ നിലവിലെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടിയാണ്. കിഫ്ബി മാനേജ്മെന്റ് ധനകാര്യ അച്ചടക്കത്തെ ബാധിച്ചു. കിഫ്ബി രൂപീകരിച്ച് ഒരു സമാന്തര സാമ്പത്തികാധികാര കേന്ദ്രം നിലവിൽ വരാൻ ഇടയാക്കിയെന്ന് ധവളപത്രത്തിൽ കുറ്റപ്പെടുത്തുന്നു. കിഫ്ബി ഉപേക്ഷിക്കില്ലെങ്കിലും സമ്പൂർണ്ണമായ പൊളിച്ചെഴുത്തുണ്ടാകും. പദ്ധതികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. മസാല ബോണ്ടിലും കിഫ്ബി അക്കൗണ്ടുകളിലും കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും കടമെടുത്ത പണം ബാങ്കുകൾ നിക്ഷേപിച്ചതിലും ഫോറൻസിക് ഓഡിറ്റ് നടത്തും. കിഫ്ബിയുടെ മുൻഗണനകളിലും സംശയമുണ്ടെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ആകെ അംഗീകരിച്ച പദ്ധതികളിൽ 20% നൽകിയ തുകയിൽ 19% കണ്ണൂർ ജില്ലയിലാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയും നടപ്പാവാൻ പോവില്ലെന്ന് ധവളപത്രം ഉറപ്പിച്ചു പറയുന്നുവെന്ന് തോമസ് ഐസക്കിന്റെ കുറ്റപ്പെടുത്തൽ. ഏതായാലും ധവളപത്രത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കിഫ്ബി കൊണ്ട് നാടിന് ഗുണമുണ്ടായി. ഇങ്ങനെ എടുക്കുന്ന പണം സംസ്ഥാനത്തിന്റെ വായ്പയിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളത് കേന്ദ്രം ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. അതോടുകൂടി കിഫ്ബിയുടെ പ്രസക്തി പോയി എന്നുള്ളതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രത്തിലെ ശുപാർശയുണ്ട്. പെൻഷൻ പ്രായം 1 വർഷം കൂട്ടണമെന്നാണ് നിർദ്ദേശം. ഇതുവഴി 6,000 കോടി രൂപയുടെ നേട്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനെതിരെ ഇടത് യുവജന സംഘടനകൾ രംഗത്തെത്തി. കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിൽ എന്ന സ്വപ്നം തകർക്കുന്ന ചില നിർദ്ദേശങ്ങൾ ആ ധവളപത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. PSC പരീക്ഷ എഴുതി ലക്ഷക്കണക്കിന് ആളുകൾ അതിന് ലിസ്റ്റ് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കുന്ന സന്ദർഭത്തിൽ അവരുടെയെല്ലാം തലയിൽ ഇടുത്തി വീഴുന്ന ഒരു നിർദ്ദേശമായി ധവളപത്രത്തിലെ പെൻഷൻ പ്രായം ഉയർത്തണം എന്ന നിർദ്ദേശം മാറിയിരിക്കുകയാണ്. പെൻഷൻ പ്രായം ഉയർത്തിക്കൊണ്ടുള്ള തീരുമാനവുമായി ഈ ഗവൺമെൻറ് പോവുകയാണെങ്കിൽ അതിശക്തമായ യുവജന പ്രക്ഷോഭത്തിന് ഈ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. തന്ത്രപ്രധാനമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, ഓഹരി വിറ്റഴിക്കൽ അല്ലെങ്കിൽ അടച്ചുപൂട്ടൽ എന്നിവ പരിഗണിക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നുണ്ട്. ലാഭത്തിലുള്ള ബെവ്കോയും നഷ്ടത്തിലുള്ള സപ്ലൈകോയും ഒരൊറ്റ കോർപ്പറേഷനായി ലയിപ്പിക്കണം. ഇതിലൂടെ ബെവ്കോയുടെ ലാഭം ഉപയോഗിച്ച് സപ്ലൈകോയുടെ നഷ്ടം നികത്താനും നികുതി ഭാരം കുറയ്ക്കാനും കഴിയുമെന്നും ശുപാർശയുണ്ട്. സർക്കാരിന് മുൻപിലുള്ള പ്രതിസന്ധി ചെറുതല്ല. ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങൾ ഈ സാമ്പത്തിക സ്ഥിതിയിൽ എങ്ങനെ നടപ്പാക്കുമെന്നാണ് ചോദ്യം. ഈ മാസം 19-നാണ് വി.ഡി. സതീശൻ സർക്കാരിന്റെ ബജറ്റ്. ഇനി അതാണ് ആകാംക്ഷ. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.